മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ പുസ്തകത്തിനുള്ള വായനയാണ്. 16-ാം അധ്യായം 9-ാം തിരുവചനം. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നീതിപൂർവ്വം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. നേരു പറയുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ. മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ പുസ്തകത്തിനുള്ള വായനയാണ്. 16-ാം അധ്യായം 9-ാം തിരുവചനം. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നീതിപൂർവ്വം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. നേരു പറയുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.